അകാലത്തിൽ നമ്മളിൽ വിട്ടുവീഴുന്ന BDK സംസ്ഥാന വൈസ് പ്രസിഡന്റും BDK സംസ്ഥാന പ്രസിഡന്റും സ്ഥാപകനും കൂടിയായ നമ്മുടെ എല്ലാമായ സ്നേഹത്തോടെ നമ്മൾ വിളിച്ചിരുന്ന നമ്മുടെ വിനോദേട്ടൻ, അതുപോലെ തന്നെ പൊന്നാനി താലൂക്ക് കോർഡിനേറ്റർ മനാഫടക്കമുള്ള തിരൂർ അടുത്ത് നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞ ഷൗക്കത്ത്, മുന്നേ വിട്ടുപിരിഞ്ഞ കണ്ണൂർ കോർഡിനേറ്റർ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞവർ എല്ലാവർക്കും മുന്നിൽ ഒരു മിനിറ്റ് മൗനം ആചരിച്ചുകൊണ്ട് നമ്മുടെ പരിപാടിക്ക് തുടക്കം കുറിക്കാം. മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള 5 താലൂക്ക് കമ്മിറ്റികളിലൊന്നാണ് തിരുവനങ്കാടി താലൂക്ക് BDK. നമ്മളെ ഗ്രൂപ്പുകളിലൂടെ പലരും നമ്പറുകൾ അറിയുന്നല്ലാതെ ആളുകളെ നമ്മൾ നേരിട്ട് കണ്ടു. ഒരുപാട് വർഷങ്ങളായി നമ്മളോടൊപ്പമുള്ള ഒരുമിച്ച് നിൽക്കുന്ന നമ്മൾ എന്തുകൊണ്ട് ഇത്രയും കാലം കാണാനും പരിചയപ്പെടാനും വൈകി എന്ന വിഷയം. ഏകദേശം 2 വർഷമായി ഞങ്ങളൊരു എല്ലാവരെയും വിളിച്ചു ചേർക്കണം എന്നുള്ള ആശയം മനസ്സിലിട്ട് നടക്കാൻ തുടങ്ങി. പല സാഹചര്യവശാൽ ഇത്രയും നീണ്ടു പോകേണ്ടതായി തോന്നി. ഇനിയും ഒരുപാട് ആളുകൾ വന്ന് ചേരും എന്നാണ് പ്രതീക്ഷ. എന്നാലും ഒരു വെളിപ്പുറത്ത് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് കാണുമ്പോഴേക്ക് ഓടിയെത്തുന്ന രക്തദാതാക്കളെ BDK എന്ന ഈ സംഘടന എത്രത്തോളം നെഞ്ചോട് ചേർക്കുന്നു എന്ന് പറഞ്ഞാൽ, BDK എന്ന ഈ ഒരു രക്തദാന കൂട്ടായ്മ വിവിധ സർക്കാരുകൾ, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ദേശീയ തലത്തിലൊക്കെ ഏറ്റവും മികച്ച രക്തദാന സംഘടനയ്ക്കുള്ള പുരസ്കാരങ്ങൾ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം എന്നും കടപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോണേഴ്സിനോട് തന്നെയാണ്. ഞാൻ നേരത്തെ പറയട്ടെ, 2 വർഷത്തിലധികമായി നമ്മളിങ്ങനെ ഒരു സംഗമം വിളിച്ചു കൂട്ടാൻ വേണ്ടി ആലോചിക്കുകയുണ്ടായി. പക്ഷെ പല കാരണങ്ങളുണ്ട്. ഒരു മെസ്സേജ് കാണുമ്പോൾ ജോലി വിട്ടെറിഞ്ഞ് നമ്മൾ രക്തം നൽകാൻ എത്തുന്നുണ്ട്. ആർക്കാണ്, എന്തിനാണ് എന്നൊന്നും നോക്കാതെ ഓടിയെത്തുന്ന മനസ്സുകൾ അവര് ഈ രക്തദാനത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതായിരുന്നു. എന്തുകൊണ്ട് രക്തദാനം, എന്തിനു വേണ്ടി രക്തദാനം എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടാതെ അതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പിന്നെ ചുറ്റുഭാഗത്ത് നിന്ന് പലരും ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കാണാനും പിന്നെ പരസ്പരം പരിചയപ്പെടാനും വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു വേദി ഒരുക്കിയിട്ടുള്ളത്. ഇന്നത്തെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് BDK സംസ്ഥാന വൈസ് പ്രസിഡന്റ് നബീൽ ബാബു പാലാറയാണ്. അദ്ദേഹത്തെ ഈ ഒരു പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ വിശിഷ്ടാതിയായി എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ ഈ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പൊതുപ്രവർത്തകൻ കൂടിയായിട്ടുള്ള നമ്മുടെ നൗഫൽ എറിയാട് സാറാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. പിന്നെ മലപ്പുറം ജില്ലയിൽ BDK എന്ന സംഘടനയെ വളർത്തുന്നതിലും സംസ്ഥാന തലത്തിലും ഒരുപാട് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ BDK എന്ന കുടുംബത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തിട്ടുള്ള നിങ്ങളുടെ പ്രിയങ്കരനായ സലീം CK വളാഞ്ചേരി, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത് തിരുവനങ്കാടി താലൂക്ക് പ്രസിഡന്റ് അഫ്സൽ മുനീറാണ്. അദ്ദേഹത്തെ കൂടാതെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും അതിലുപരി BDKയുടെ എല്ലാമായ ഓരോ രക്തദാതാക്കളെയും നിങ്ങൾ BDKയുടെ അംഗങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഏവരെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
വിട്ടുപോയ ഒന്ന് രണ്ട് വാക്കുകളുടെ ഈ പരിപാടി നിയന്ത്രിക്കുന്നത് മിസ്റ്റർ ജുനൈദ് നെടുവട്ടം. BDK രൂപീകൃതമായ അന്ന് മുതൽ ഇന്ന് വരെ രക്തം കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്ന് നോക്കണം. പക്ഷെ എന്ത് ചെയ്താലും BDK അത്രത്തോളം നെഞ്ചോട് ചേർത്ത് ഇന്ന് 9:30 മണിക്ക് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതിൽ രാവിലെ 8 മണിക്ക് എടപ്പാടിൽ നിന്നും ഇവിടെ വന്ന് ചേർന്ന ജുനൈദിനെ പ്രത്യേകം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ BDK ജില്ലാ വൈസ് പ്രസിഡന്റ് വിനീഷ് വൈകിട്ട് ചായ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചായ പിടിക്കുന്ന വിനീഷേട്ടിന് വന്ന് ചേർന്നിട്ടുള്ള എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് വേണ്ടി BDK തിരങ്ങാടി താലൂക്ക് പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയ രക്തവർത്തികളെ നമസ്കാരം. ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടുതലും അറിഞ്ഞിട്ടുണ്ടാകുക വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ അല്ലാതെ പേഴ്സണൽ ചാറ്റുകളിലൂടെയൊക്കെയാണ്. ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ ഇവിടെ കുറേ ആളുകളോട് ചോദിച്ചത് നിങ്ങളുടെ DP അതല്ലായിരുന്നു, വാട്സാപ്പിൽ നെയിം കൊടുത്തത് ഇതെല്ലായിരുന്നാണ്. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ പേരും പരസ്പരം അറിഞ്ഞിട്ടുണ്ടാവുക. അപ്പം നമ്മളെല്ലാവരും ഒന്ന് കാണണം. കാരണം ഭയങ്കര ആഗ്രഹത്തിൻ്റെ പുറത്താണ് ജീവധാര എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേരിൽ നമ്മളിങ്ങനെ ഒരു കൂടിയിരുത്തം പ്ലാൻ ചെയ്തിട്ടുള്ളത്. പറഞ്ഞ പോലെ 2 വർഷത്തോളമായി പ്ലാൻ ചെയ്തെങ്കിലും നടന്നത് ഇപ്പോഴാണ്. അതിലൊരു സന്തോഷം അറിയിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് മാറി പറഞ്ഞതാണോ അറിയില്ല, നിങ്ങളാണ് ബ്ലഡ് ഡോണേഴ്സാണ് BDKൻ്റെ എല്ലാം എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ നമ്മളിന്നല്ല ഈ ഇരിക്കുന്ന ടാഗ് ഇട്ടിട്ടുള്ളത് വല്ലാത്തവരും എല്ലാവരും BDKൻ്റെ ഭാഗമായിട്ടുള്ളത് രക്തദാതാക്കളായിട്ടാണ്. അതുപോലെ തന്നെ ഇനി മുന്നോട്ട് പോട്ടെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിനായി BDK സ്റ്റേറ്റ് പ്രസിഡന്റ് നബി ബാബുവിനെ ക്ഷണിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഏതൊരവസരത്തിലും പറയുന്നത് പോലെ തന്നെ ഈ ഒരു BDK 3 അക്ഷരത്തിൻ്റെ ഏതൊരു പരിപാടിക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റർ കാണാൻ പോകുകയാണെന്നുണ്ടെങ്കിലും അത് മനസ്സ് നിറഞ്ഞുകൊണ്ടാണ് ആ ഒരു കാര്യത്തിലേക്ക് ഞാനടക്കമുള്ള ഓരോ കോർഡിനേറ്റർമാരും സമീപിക്കുന്നത്. കാരണം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സ്വന്തം ജീവിതത്തിലും അതുപോലെ തന്നെ സമൂഹത്തിലും ആർക്കാണെന്നോ എന്താണെന്നോ എന്തിനു വേണ്ടിയിട്ടാണെന്നോ അറിയാത്ത ഒരു രോഗിക്ക് നമ്മളുടെ ജീവരക്തം പകർന്നു നൽകുന്ന ഒരുപാട്, സത്യത്തിൽ പറഞ്ഞാൽ ഒരു ജീവരക്ഷാ ദൗത്യം ഏറ്റെടുത്ത ഒരു പറ്റം സുമനസ്സുകളുടെ ഒരു കൂട്ടായ്മയാണ് BDK എന്ന് പറയുന്നത്. പ്രിയമുള്ള രക്തബന്ധുക്കളെ, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബ്ലഡ് ഡൊണേഷൻ മീറ്റ് സംഘടിപ്പിക്കാൻ തയ്യാറായുള്ള തിരുവങ്ങാടി താലൂക്ക് കമ്മിറ്റിക്ക് എല്ലാവിധ സ്നേഹം അറിയിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ആദ്യമായിട്ടാണ് മലപ്പുറം ജില്ലയിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു മീറ്റ് സംഘടിപ്പിക്കുന്നത്. ഈ ഡൊണേഷൻ മീറ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇനി എല്ലാ താലൂക്കിലും ഇതുപോലെ നടത്തണം തന്നെയാണ് എൻ്റെയും അഭിപ്രായം. നല്ലൊരു കാര്യമാണ്. ജില്ലയുടെ കീഴിലും ഇതുപോലെ നടത്തണം. ഞാൻ ഈ BDKയിൽ വരുന്നതിന് മുമ്പ് മാത്രമാണ് എനിക്ക് ബ്ലഡ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു 4 or 5 തവണ മാത്രമേ ബ്ലഡ് കൊടുത്തിട്ടുള്ളൂ. 2011 VF തണൽ എന്ന രീതിയിൽ ഇടതാക്കം തുടങ്ങിയിട്ട് 2014 ബ്ലഡിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ബ്ലഡ് ഡോണേഴ്സ് കേരളം എന്നുള്ള സംഘടന രൂപീകരിക്കുകയും 2014 ഡിസംബർ മാസത്തിലായിട്ട് പൊന്നാനിയിൽ നിന്നും ഇതിന് തുടക്കം കുറിച്ച് 2015 ആദ്യത്തിൽ തന്നെ ഞാൻ ഈ സംഘടനയിൽ എത്തുകയാണ് ചെയ്തത്. ഇതിലെത്തിയതിന് ശേഷം ആദ്യമൊന്നും നമുക്ക് ഈ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ബ്ലഡ് കൊടുക്കുക എന്നല്ലാതെ ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ലായിരുന്നു. ഈ സംഘടനയിൽ വന്നതിന് ശേഷമാണ് ഇതിനൊരു അടുക്കും ചിട്ടയും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. 2016 ഒരു ബോംബെ ഗ്രൂപ്പിൻ്റെ ഒരു കേസ് വന്നപ്പോൾ ഒരു ഡോണറെ എൻ്റെ ഒരു സുഹൃത്തിനെ കുറച്ച് മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു, വലിയെന്നുള്ള ഒരു ശിവരാമൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബോംബെ ഗ്രൂപ്പ് ഇക്കർ ഹോസ്പിറ്റൽ കോഴിക്കോട് ഒരു ബ്ലഡിൻ്റെ ആവശ്യകത വന്നപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു ഒരു ഡോണറെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഈ ഡോണറെ കൊണ്ട് ഞാൻ കോഴിക്കോട് ഇക്കർ ഹോസ്പിറ്റൽ പോയി ആ ബോംബെ ഗ്രൂപ്പ് അവിടെ കൊടുക്കുകയും
അവിടെ ഇതുപോലെ മലപ്പുറം ജില്ലയിലുള്ള ജലീന എന്ന് പറഞ്ഞൊരു കുട്ടിയും കൂടെ വന്നിട്ട് ബ്ലഡ് കൊടുത്തിരുന്നു. അപ്പോൾ ആ രോഗിക്ക് വേണ്ട ബ്ലഡ് അവിടുന്ന് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അന്ന് അവിടെ ഇരുന്നിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബോംബെക്ക് ഡൊണേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്ത് നമുക്ക് ഇങ്ങനെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ഈ ബോംബെ ഗ്രൂപ്പ് ആരുടെയെങ്കിലും കൊടുക്കാൻ കഴിയുമല്ലോ. അപ്പം നമുക്ക് ഏതെങ്കിലും കോണ്ടാക്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഇങ്ങനെ ഗ്രൂപ്പ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകളെ സഹായിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അങ്ങനെ ഗ്രൂപ്പ് തുടങ്ങുകയും ഇന്ന് ആ ഗ്രൂപ്പിൽ 100-ലധികം ആളുകൾ പിന്നെ ബോംബെ ഗ്രൂപ്പിലുള്ള ആളുകൾ ഒരു 90 ആളുകളെങ്കിലും ഉണ്ടാവും. ബാക്കിയുള്ള ആളുകൾ പിന്നെ കുറച്ച് നമ്മൾ പിടിയുടെ ആളുകളും പിന്നെ അവരുടെ റിലേഷനിൽപ്പെട്ട ആളുകളുമായിട്ട് ഒരു 106-150 അത്ര ആളുകൾ നമ്മൾ ഇവിടെ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും അതുപോലെ പിന്നെ കർണാടക, തമിഴ്നാട്, ഡൽഹി, GCC രാജ്യങ്ങളിൽ വരെ നമ്മൾ ബോംബെ ഗ്രൂപ്പ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വീടുകളിൽ എന്നും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഒരുപാട് പേർക്ക് ഇപ്പം ബോംബെ ഗ്രൂപ്പൊക്കെ ബ്ലഡ് വരികയാണെങ്കിൽ ആവശ്യം വരികയാണെങ്കിൽ വളരെ നിസ്സാരമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് വളരെ സന്തോഷത്തോടെ നമ്മൾ അറിയിക്കുകയാണ്. നമ്മളിപ്പോൾ GCCയിൽ ഒരു ചെറിയൊരു കുട്ടിക്ക് അറബിയുടെ കുട്ടിക്ക് ബ്ലഡിൻ്റെ ആവശ്യം വന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നാണ് 4 പേര് പോയിട്ട് ബ്ലഡ് കൊടുക്കാൻ കഴിഞ്ഞുള്ള പീഡികയുടെ വലിയൊരു പിന്നെ അഭിമാനമായിട്ട് പീഡികയ്ക്ക് എന്നും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇങ്ങനെ ഒരു ഡോണേഴ്സ് മീറ്റ് സംഘടിപ്പിച്ച ഈ തിരുവങ്ങാടി താലൂക്ക് പ്രത്യേകം സ്നേഹം അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ പ്രോഗ്രാമിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ പങ്കു വെച്ച പോലെ തന്നെ ഒരുപാട് മീറ്റപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു മീറ്റപ്പ് ആദ്യമാണ്. ഭയങ്കര സന്തോഷമുള്ള നമുക്ക് പറയാൻ PDK എന്ന 3 അക്ഷരം ഒരിക്കലും ഈ ടാഗ് ഇട്ടവർക്ക് മാത്രമല്ല. ഇവിടെ കടൽ പോലെ ഇറങ്ങി നിൽക്കുന്ന ഡോളേഴ്സ് ഇല്ലെങ്കിൽ ഈ ടാഗിന് വാല്യൂ ഇല്ല, ഇട്ടിരിക്കുന്ന ആളുകൾക്കും വാല്യൂ ഇല്ല. ഡോളേഴ്സാണ് PDK എന്നുള്ളത് നമ്മൾ അന്നും ഇന്നും ഉള്ളിൽ കൊണ്ടുവരുന്നത്. റിയൽ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ എന്നതാണ്. ഞാൻ ഓരോ ഡോണേഴ്സിനോട് പറയാറുണ്ട്, നിങ്ങൾ രക്തദാനം ചെയ്തു കഴിഞ്ഞാൽ ആർക്ക് വേണ്ടിയാണോ കൊടുത്തത് ആ പേഷ്യന്റിനെ ഒന്ന് കാണാൻ ശ്രമിക്കണം. അവർക്ക് സത്യത്തിൽ ഒരു ഡോണറുടെ വാല്യൂ അറിയുന്നത്. ആ ഡോണർ അവരുടെ മുന്നിൽ ചെല്ലുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്നുള്ളത് അവർക്ക് മാത്രം പങ്കുവെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. ദൈവത്തിന് തുല്യമായിട്ടാണ് പല ആളുകളും നമ്മളെ കാണുന്നത്. ഡോണേഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് ചതുപ്പിൽ ഒരാൾക്ക് ഒരു പിടിവള്ളി ഇട്ട് കൊടുക്കുന്ന പോലെയാണ്. കുടുംബത്തിന്റെ മൊത്തം പിടിച്ചും ചിലപ്പോൾ ആ വീട്ടിലെ ഏറ്റവും വലിയ രുചി ഒക്കെ തിരിച്ചു കൊടുക്കും നമ്മളായിരിക്കും. അപ്പോൾ ആ ഡോണേഴ്സ് തന്നെയാണ് ലൈഫിലെ ഏറ്റവും വലിയ ഹീറോസ്. അപ്പോൾ അവരെ കൂട്ടിയിരുത്തിയൊരു സംഗമം ഭയങ്കര സന്തോഷമുള്ള ഈ ബന്ധം മുന്നോട്ട് ഒരുപാട് കാലം പോകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വേദികയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു ഇരുത്തം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ഈ ദിവസത്തെ പ്ലാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ ഉദ്ഘാടന സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് BDK ഡിസംബർ 28 കഴിഞ്ഞ്